പരമാവധി അബ്യൂസീവ് വാക്കുകൾ വരാതെ ഞാൻ ശ്രമിക്കാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ? ആ മറ്റേടത്തെ വിചാരം നിനക്കാണ്. ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള മറ്റേടത്തെ വിചാരം നിനക്കാണ്. ആ ബസ്സിലെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇറ്റ്സ് എ മാനിപ്പുലേറ്റഡ് കേസ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വേറെ പുരുഷന്മാർ നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ഇതില് ആ മനുഷ്യൻ അത് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ള നിന്റെ കുന്തളിപ്പ് കാരണമാണ് ഇപ്പൊ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാത്ത, മണ്ണിന്റെ അടിയിലായത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാ പുരുഷന്മാരും പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അങ്ങോട്ട് അല്ല, അത് തെറ്റി, ലിറ്ററലി. മനസ്സിലായോ? നിന്നെ പോലത്തെ പെണ്ണുങ്ങളോട് യാതൊരു വിധത്തിലുള്ള റെസ്പെക്റ്റും തരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ലിറ്ററലി ഞാൻ പറയുന്നു, ഇപ്പൊ സ്ത്രീകളടക്കം ഇത് കാണുമ്പോൾ ചിലപ്പോ ഒരാളെങ്കിലും, ഐ എം ഡാം ഷുവർ, പറയുന്നുണ്ടാവും കയറി പിടിക്കാൻ പറ്റിയ ഒരു സാധനം എന്നുള്ളത്. മനസ്സിലായോ? നിങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങൾ, അങ്ങനെന്ന് ഞാൻ പറയും. ഇപ്പൊ അപ്സ KSRTC, ആ മനുഷ്യന് ഫേസ് ബ്ലർ ചെയ്ത് കാണിച്ചു, എന്തോ ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല എന്തോ. പക്ഷെ ഈ മനുഷ്യന് ഫോണും സംഭവവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ വ്യക്തി അറിഞ്ഞു. ഈ ഒരു വോയിസോട് കൂടിയിട്ടാണ് ഈ സംഭവങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയത്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ചില പെണ്ണുങ്ങളുടെ വിചാരങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂനോട് കൂടിയിട്ട് അറുതി വരണം എന്നുള്ളതാണ് എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ഒരു സ്ത്രീയാണ്. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും പിരീഡ്സും സംഭവങ്ങളും കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് ആണുങ്ങളുടെ മെക്കെട്ട് കയറിയിട്ട് കുന്തളിപ്പ് കാണിക്കാമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ജെൻഡറിനോട് എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു റിവെഞ്ച്, അത് പോയി ട്രീറ്റ് ചെയ്യും മക്കളെ, ട്രീറ്റ് ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള പെണ്ണുങ്ങൾ പോയി ട്രീറ്റ് ചെയ്യും. അല്ലാതെ ഒന്നും അറിയാതെ കുടുംബം നോക്കി ജീവിക്കുന്ന ആണുങ്ങളെ മെക്കെട്ട് കയറല്ല വേണ്ടത്. ചോദിക്കാനും പറയാനും ആരും ഇല്ല. എനിക്കിടല്ലോ, അയ്യോ, ഞാൻ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണെന്നറിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യനെയാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് ഇവള് വന്നിട്ട് ഈ വർത്താനം പറയുമ്പോൾ ഇവൾക്ക് എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടത്? അതുകൊണ്ടാണ് എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഡിസ്റ്റർബൻസ് കണ്ടപ്പോ വീഡിയോ ഓൺ ആക്കിയിട്ട് പിടിക്കല്ല വേണ്ടത്. അണ്ണാക്കിൽ എന്താ പിരിവിട്ടിരിക്കായിരുന്നോ? വാതർന്ന് സംസാരിക്കണായിരുന്നു, റിയാക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ റീച്ച് കിട്ടില്ലല്ലോ അല്ലെ നിനക്കൊക്കെ? അത് പുഴുങ്ങി തിന്നായിരുന്നോ? തന്തയ്ക്കും കൊടുത്തായിരുന്നോ? ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. എടീ, നീ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ വീഡിയോ നീ തന്നെ സൂം ചെയ്ത് നോക്ക്. സോറി ടു എന്റെ വീട്ടമ്മമാരോട് എന്നോടൊന്ന് ക്ഷമിക്കണം. ഇവൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ അറ്റ്ലീസ്റ്റ് ഇത്ര ഒരു ഗ്യാപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ആ മനുഷ്യനെ കണ്ടാൽ തന്നെ അറിയാം ഒരു നല്ലൊരു കുടുംബത്തിൽ പിറന്നതാണ്. അത് മാത്രല്ല, ഇയാളെ പറ്റിയിട്ട് എല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇതിനൊക്കെ ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. എന്റെ പൊന്നു ചേച്ചി, സഹോദരി, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ? എവിടെയാണ് സ്ഥലം, ഏതാണ് ഹോസ്പിറ്റൽ, എവിടെയാണ് പഠിക്കണേന്ന് ഒന്ന് പറഞ്ഞേക്കണേ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സേവ് ആവാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കുറെ നേരമായി ഭയങ്കര വലിയ വലിയ ടേം ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പം എവിടെയാണ് പഠിക്കുന്നത്, ഏതാന്നുള്ളത് ഇനിയിപ്പോ ഓൾ കേരള അസോസിയേഷൻ ഒക്കെ കേസൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ ചിലപ്പോ ജയിലിലേക്ക് തന്നെ ബുക്കൊക്കെ തന്നിട്ട് അവിടെ നിന്ന് തന്നെ പഠിക്കുമായിരിക്കും. അപ്പൊ ഒരുപാട് പുരുഷന്മാരുടെ ഈ പറഞ്ഞ മാതിരി സുനാപ്പി, ഡിസ്കോൾക്കി, കണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാൾ
എന്തരോ എന്തോ ഏ എന്തോ എന്തോ അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലോ. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ മോളുടെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. ഇനി മോളി സ്വഭാവം മാറ്റുമോ? അതോ ഇനിയും അടുത്ത ഫോണും കൊണ്ട് ഇറങ്ങിയിട്ട് ഈ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആക്കോ? അപ്പൊ പിന്നെ ഒരുപാട് അനുഭവിക്കേണ്ട വരും. എനിക്ക് ഇവരോടൊന്നും ഇങ്ങനെ ഈ ഭാഷ അല്ല എന്റെ പൊന്നു ഫോളോവേഴ്സ്, എന്റെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇവർക്കൊന്നും കൊടുക്കേണ്ട മറുപടി ഇതല്ല. ഇങ്ങേർക്ക് ഈ പാവം മനുഷ്യന് മനക്കെട്ടില്ലാതെ ഇപ്പൊ സത്യം പറഞ്ഞ ആദ്യം ഇങ്ങേരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് മനക്കെട്ടില്ലാതെ ഇപ്പൊ. പക്ഷെ മനക്കെട്ടില്ല നല്ല നാട്ടിലുള്ള ആണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ പൊന്നു പെങ്കൊച്ച് റിയാക്ട് ചെയ്യുക. അപ്പൊ നീ അടുത്ത വീഡിയോയിൽ പറയോ ഇത് സൈക്കോളജിക്കൽ ഡിസോർഡർ ഓഫ് ദ ഹ്യൂമൻ ബിഹേവിയർ ഓഫ് ദ സുണ്ടാപ്പി ഓഫ് ദ ഫീമെയിൽ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ലെവലേഷൻ ബുദ്ധിയും ബോധവും വെളിവൊന്നുമില്ലേ? അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെയാണോ വളർത്തി വെച്ചിരിക്കുന്നത്? അത് സൈക്കോളജിയുടെ ലെവലിലോട്ട് പോയിട്ട് വിടർന്ന് കവർന്നു പോയതാണോ? എന്തൊക്കെ കുന്തളിപ്പാണ് ഈ വന്നെന്ന് പറയുന്നത് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട്? അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പെണ്ണുമ്പിള്ള എന്തൊക്കെയാണ് വിളിച്ചു പറയണത്? അയാൾ എന്ത് റിപ്പീറ്റ് ചെയ്തെന്നാ പറയണത്? ആ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ വീഡിയോ റിലീസ് ആയപ്പോഴേക്കും ആ മനുഷ്യൻ മരിച്ചു പോയത്. എന്ത് റിപ്പീറ്റ് ചെയ്യണമെന്നാ പറയണത്? ഇവർക്കൊന്നും കൊടുക്കേണ്ട മറുപടി ഇതല്ല. എനിക്ക് ലീഗലി പറയാനുള്ള തൂക്കിയെടുത്ത് അകത്തിടാന്ന്. ഇനിയിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വീഡിയോ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ഈ ഒരു വോയിസ് നിന്ന് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ദ റീസൺ. കാരണം എന്ന് വെച്ചാൽ ലീഗലി പോകാനൊക്കെ ആള് ഓക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കി, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ വന്നു നിന്നിട്ട് കുറെ സൈക്കോളജിക്കൽ ടേംസും കാര്യങ്ങളും സൊസൈറ്റിയുടെ മുന്നിലോട്ട് വന്നിട്ട് ഒരു വല്ല മരം നടു പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ചൊറിച്ചിലോ കാര്യങ്ങളോ വരണമെങ്കിൽ നല്ലൊരു തൈ വാങ്ങിച്ചിട്ട് പാടത്തോ അല്ലെങ്കിൽ വല്ല ഫുട്പാത്തിലോ കൊണ്ട് നട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോളില് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി രണ്ടാമതൊരു വീഡിയോ റിലീസ് ചെയ്തു. അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഇല്ല നാളെ കാലത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ഈ പുള്ളി വാശി പിടിച്ചിട്ടാണ് അത് അയച്ചു കൊടുത്തത്. വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത് പറയട്ടെ. ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ടോണിലും കാര്യങ്ങളൊന്നും. ചില ആളുകൾക്ക്, ഞാൻ കേട്ടറിവാണ് കേട്ടോ, എനിക്ക് ശരിക്കും അറിയില്ല, ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പുറത്തുള്ളവർക്ക് അത് മനസ്സിലാവില്ല. ഓക്കെ ആയിട്ടാണല്ലോ ഇരുന്നിരുന്നത്, ഇന്നലെ വരെ ഓക്കെ ആയിട്ടാണോ സംസാരിച്ചത്, പിന്നെ എന്താ പോയി ചെയ്തതെന്നുള്ളൊരു സാധനം വരും. എനിക്ക് എന്റെ പൊന്നു മക്കളെ ഇതേപോലത്തെ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യൂ ആദ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരോട് നിങ്ങളൊരു പുരുഷ വിരോധി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യൂ ഇൻ ദ സെൻസ് ലൈക്ക് ആ ബസ്സിൽ ഓൾറെഡി 3-4-5 ആണുങ്ങൾ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള എല്ലാ ആണുങ്ങളും മുട്ടി തട്ടി എന്നൊക്കെയാണോ പറയുന്നത്? ഈ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ കുട്ടിക്ക് ലെവലേശം ബുദ്ധിയും ബോധവും വെളിവില്ലേ? ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ? ഈ സ്ത്രീകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു റോങ് ബോഡി ടച്ച് വരുന്നത് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തോ? ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി പറയുന്ന മാതിരി ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നശിഞ്ഞ നാട് എന്ന് ലീഗലി സ്ട്രോങ് ആവുന്നു? അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നു, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇപ്പൊ ഒരു പ്രശ്നം വന്നു, ഒരു ആണ് ഈ ഒരു ഇൻസിഡന്റ് നെക്സ്റ്റ് ഒരു ഇൻസിഡന്റ് അവൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്താൽ ആ ആണിന്റെ കൂടെ നിൽക്കണം. അതല്ലാതെ എപ്പുറത്തെ ഒരു സ്ത്രീയോട് അവൻ റിയാക്ട് ചെയ്തു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. പുരുഷന്മാരെ ആണുങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോ. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് നിങ്ങൾ വോയിസ് റേസ് ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇടപെടാനും ലീഗലി പോവാനും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതേപോലത്തെ ഐറ്റത്തിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു തീരുമാനം ഉണ്ടാക്കുക. ബസ്സിലൊക്കെ ക്യാമറാസും കാര്യങ്ങളൊക്കെ വരട്ടെ, സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കട്ടെ. ഇതേപോലത്തെ ഐറ്റംസില്ലേ ഈ പെങ്കൊച്ചിനൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് പണിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കുമായിരിക്കും, പേടിക്കുമായിരിക്കും എന്ന് ചിന്തിക്കാം.